നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. ഇപ്പോഴും മലയാളികൾക്ക് ഒഴിച്ചു നിർത്താൻ പറ്റാത്ത ഒരു സംവിധായകൻ കൂടിയാണ് ലാൽ ജോസ്. ഒരു മറവത്തൂർ കനവ് എന്ന സിനിമയിലൂടെയാണ് ആദ്യമായി സംവിധായകനായി ലാൽ ജോസ് മാറിയത്. മമ്മൂട്ടി, ദിവ്യ ഉണ്ണി, ബിജു മേനോൻ, മോഹിനി തുടങ്ങിയവർ പ്രധാന വേഷത്തിലെത്തിയ ചിത്രത്തിന് തിരക്കഥ ഒരുക്കിയത് ശ്രീനിവാസനായിരുന്നു. വലിയൊരു വിജയമായി മാറിയ ചിത്രത്തിൽ മമ്മൂട്ടിയുടെ നായികയായിട്ടായിരുന്നു ദിവ്യ ഉണ്ണി വേഷമിട്ടത്. എന്നാൽ ദിവ്യ ഉണ്ണിക്ക് പകരം ആദ്യം ആ വേഷത്തിലേക്ക് തീരുമാനിച്ചത് മഞ്ജു വാര്യരെയായിരുന്നു എന്ന് പറയുകയാണ് ഇപ്പോൾ ലാൽ ജോസ്. ഷൂട്ടിങ്ങിന് തൊട്ട് മുമ്പ് മഞ്ജു തൻ്റെ സിനിമയിൽ വരില്ലെന്നും കേട്ടെന്നും പെട്ടെന്ന് തന്നെ ദിവ്യ ഉണ്ണിയെ വിളിക്കേണ്ടി വന്നെന്നും ലാൽ ജോസ് പറഞ്ഞു. ദിലീപുമായുള്ള മഞ്ജുവിൻ്റെ അടുപ്പം അന്ന് വലിയ ഒരു വാർത്തയായി മാറിയപ്പോൾ മഞ്ജു വാര്യരുടെ പിതാവിന് ദിലീപിൻ്റെ സുഹൃത്തായ തൻ്റെ സിനിമയിൽ മഞ്ജു അഭിനയിക്കുന്നതിൽ എതിർപ്പുണ്ടായതാണ് അതിന് കാരണമെന്നും ലാൽ ജോസ് പറഞ്ഞു. പിന്നീട് സിനിമയിലെ 2 നായികമാരെയും തനിക്ക് മാറ്റേണ്ടി വന്നെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നായിക ആനിയുടെ റോളിലേക്ക് മഞ്ജു വാര്യരെയാണ് തീരുമാനിച്ചിരുന്നത്. റെക്കോർഡിംഗ് തുടങ്ങുന്നതിന് തൊട്ടു മുമ്പ് അശ്വിനിപാദം പോലെ ആ വാർത്തയെത്തി. എൻ്റെ സിനിമയിൽ അഭിനയിക്കാൻ മഞ്ജു വരില്ല. ദിലീപും മഞ്ജുവുമായുള്ള അടുപ്പം അപ്പോഴേക്കും സിനിമാ സെറ്റുകളിൽ പാട്ടായി കഴിഞ്ഞിരുന്നു. അതുകൊണ്ടാകാം ദിലീപിൻ്റെ സുഹൃത്തായ എൻ്റെ സിനിമയിൽ മകളെ അഭിനയിപ്പിക്കില്ലെന്ന് മഞ്ജുവിൻ്റെ അച്ഛൻ വാശി പിടിച്ചത്. മഞ്ജു മാറിയാൽ മറ്റു പലരെയും മാറ്റേണ്ടി വരും. അഭിനേതാക്കളെ മാറ്റാതെ സിനിമ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത സ്ഥിതി. വിഷമിച്ചിരിക്കാൻ നേരമില്ല. പെട്ടെന്ന് തന്നെ തീരുമാനങ്ങളെടുത്തു. മഞ്ജുവിനെ പകരം ദിവ്യ ഉണ്ണി, ബിജു മേനോന്റെ നായികയെ നിശ്ചയിച്ചിരുന്ന ശ്രീലക്ഷ്മിക്ക് പകരം മോഹിനി. മാറ്റങ്ങൾ അറിഞ്ഞപ്പോൾ മമ്മൂക്കയ്ക്കും സംശയം. ദിവ്യയുമായുള്ള പ്രായവ്യത്യാസം പ്രണയരംഗങ്ങൾക്ക് യോജിക്കാതെ വരുമോ? ഞാൻ സമാധാനിപ്പിച്ചു. ഇല്ല മമ്മൂക്ക, ഒന്നാമത് നായകനോട് വൺ സൈഡ് പ്രേമമാണ്. പിന്നെ ഇന്റിമസി സീനുകൾ ഒന്നും സിനിമയിലില്ല. അങ്ങനെ മഞ്ജുവിന് പകരം ദിവ്യ എത്തിയെന്നും ലാൽ ജോസ് പറയായിരുന്നു. എന്തായാലും വർഷങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനൊരു വെളിപ്പെടുത്തൽ ലാൽ ജോസ് നടത്തിയിരിക്കുന്നത്. മലയാളികൾക്ക് എപ്പോഴും ഇഷ്ടപ്പെടുന്ന ഒരു നായിക തന്നെയാണ് മഞ്ജു വാര്യർ. ഇപ്പോഴും വിവാഹത്തിന് ശേഷം സിനിമയിൽ നിന്ന് വിട്ടുനിന്നെങ്കിൽ പോലും വർഷങ്ങൾക്കിപ്പുറം മലയാള സിനിമയിലേക്ക് തിരിച്ചെത്തുമ്പോൾ ആരാധകർ ഇരു കൈനീട്ടിയാണ് താരത്തെ സ്വീകരിച്ചത്. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.